ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പിഴയും കിടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ജയപാലൻ നിവിനെയും കൂട്ടിക്കൊണ്ട് ഒരു തോട്ടം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ആ തോട്ടം നമ്മുടെ അരവിന്ദൻ മേടിച്ചതാണ്, പക്ഷേ അത് ജയപാലിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അങ്ങനെ അതൊക്കെ കൊണ്ട് നിവിനെ കാണിക്കാൻ പറയുന്നു, എൻ്റെ മകൾ രാഗിണി വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് ഞാൻ കൊടുക്കുന്ന വിവാഹ സമ്മാനമാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ തരുന്ന വിവാഹ സമ്മാനമാണെന്ന് പറയും. അപ്പോൾ ഇത്രയും വസ്തു മേടിക്കുന്ന അങ്കിളിൻ്റെ പെട്ടെന്ന് കാശുണ്ടായിരുന്നു ചോദിക്കും. ഇത് കുറഞ്ഞ വസ്തുവൊന്നുമല്ല, ഇത് 5 ഏക്കർ ഉണ്ടെന്ന് പറയും. 5 ഏക്കറോ? അതെ, അങ്കിൾ ഇത് എപ്പോഴാണ് മേടിച്ചത്? ഞാനിപ്പോൾ മേടിച്ചിട്ട് 1 മാസം ആവത്തോളം എന്ന് പറയും. 1 മാസമോ? മുമ്പ് അങ്കിൾ പറഞ്ഞിരുന്നല്ലോ അരവിന്ദൻ അങ്കിളിൻ്റെ കുടുംബത്തിന് അന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് കടക്കണിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാൻ. അപ്പോൾ അങ്കിൾ ആ സമയത്താണ് തോട്ടം മേടിച്ചത്. എടാ, എല്ലാവരും അവനവൻ്റെ കുടുംബത്തെക്കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. ഞാൻ ആ സമയത്ത് എൻ്റെ മക്കളെ ഭാര്യയും കുറിച്ച് ചിന്തിച്ചോളെന്ന് പറയും. ശരി, നീ വന്നേ, നിനക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിന്നെ തോട്ടം എല്ലാം കൊണ്ടു നടന്ന് കാണിക്കാമെന്ന് പറയും. അങ്ങനെ അവിടെ എല്ലാം കൊണ്ടുവന്ന് കാണിക്കും. പക്ഷേ നിവിൻ്റെ മനസ്സിൽ മുമ്പ് കാവേരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അരവിന്ദൻ ഒരു തോട്ടം മേടിച്ചിട്ടുണ്ടെന്നും കാവേരിയുടെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഗംഗയുടെ വിവാഹത്തെക്കുറിച്ചും എല്ലാം കാവേരി പറഞ്ഞതായിട്ട് നിവിൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വിനീതും പറയുന്നുണ്ട്, അരവിന്ദൻ അങ്കിൾ എപ്പോഴും പറയുമായിരുന്നു എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലും എൻ്റെ ഭാര്യയും മക്കളും ഒരിക്കലും കഷ്ടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും നിവിൻ ഇങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ വന്നിരുന്നതിന് ശേഷം കാവേരി ഒന്ന് വിളിക്കാമെന്ന് പറയുന്നു. കാവേരിക്ക് നിവിനോട് ചെറിയൊരു ദേഷ്യമുണ്ട്. വിനീതിനെ കുടിപ്പിച്ചുകൊണ്ട് വന്നതിൻ്റെ ചെറിയൊരു ദേഷ്യത്തിൽ കാവേരി ഫോണൊന്നും എടുക്കത്തില്ല. 1-2 തവണ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ കാര്യവും ചോദിച്ച് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ്, വസ്തുവിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ കാവേരി ഫോൺ എടുക്കുന്നില്ല. 3-4 തവണ ഫോൺ വിളിക്കുമ്പോൾ കാവേരി തിരിച്ച് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കാവേരി അടുത്ത് പറയും, കാവേരി എനിക്ക് തൻ്റെ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കണം, എനിക്ക് തന്നെ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറയും. ശരി, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാവേരി നിവിനോട് സംസാരിക്കുന്നുണ്ട്. നിവിൻ കാവേരിയും കൊണ്ട് ആ തോട്ടത്തിലോട്ട് പോവുകയാണ്. അരവിന്ദൻ മേടിച്ചെന്ന് പറഞ്ഞ തോട്ടത്തിലോട്ട്. ആ തോട്ടം കാണുന്നത് കാവേരി നല്ല രീതിയിൽ കിടന്ന് കരയുന്നുണ്ട്. കാവേരിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അതിനുശേഷം അച്ഛൻ തോട്ടം മേടിച്ച കാര്യത്തെക്കുറിച്ചും മുമ്പ് അച്ഛൻ്റെ ഡയറിയിൽ അച്ഛൻ എഴുതിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിവിനോട് കാവേരി പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. ഇത് അച്ഛനും ഞങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ട തോട്ടമാണ്. പക്ഷേ ഇത് എങ്ങനെ ജയപാലൻ അങ്കിളിൻ്റെ പേരിൽ രജിസ്റ്റർ ആയെന്നുള്ള കാര്യം മാത്രം ഞങ്ങൾക്കറിയത്തില്ലെന്ന് കാവേരി നിവിനോട് പറയുന്നുണ്ട്. നിവിൻ പറയും, നമുക്ക് എന്തായാലും അന്വേഷിക്കാമെന്ന് പറയും. ആ സമയത്താണ് ജയപാലിൻ്റെ കാര്യസ്ഥൻ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് അയാളോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ പറയും, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ജയപാലൻ സാറിൻ്റെ വസ്തുവാണിത് എന്ന് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയും. അത് ജയപാലിൻ്റെ കാര്യസ്ഥനാണല്ലോ. അങ്ങനെ കാവേരിയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം അയാളോട് നിവിൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ആരുടെ കയ്യിൽ നിന്നാണ് ജയപാലൻ അങ്കിൾ ഈ തോട്ടം വാങ്ങിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. അത് വേണമെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. അങ്ങനെ അയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിവിൻ കാര്യസ്ഥനോട് ചോദിക്കുന്നുണ്ട്. അപ്പം വസ്തു കൊടുത്ത ഉടമസ്ഥനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നിവിനെ കിട്ടുന്നുണ്ട്. ആ കാര്യം കാവേരിയെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിനീതിനെയാണ്. വിനീത് പിറ്റേ ദിവസം മദ്യപിച്ച് വീട്ടിൽ വരുന്ന ടെൻഷനിലാണ് ഗംഗയും മറ്റ് സഹോദരിമാരും. ആ സമയത്ത് കാവേരി ഇങ്ങനെ നിൽക്കുകയാണ് വിനീതേട്ടനെ കൈയോടുകൂടി പിടിക്കാനായിട്ട്. ആ സമയത്താണ് വിനീത് മുല്ലപ്പൂവും ഹൽവയൊക്കെ വാങ്ങിച്ച് ഗംഗയൊന്ന് സോപ്പിടാമെന്ന് കരുതി അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് നമ്മുടെ കാവേരി വിനീതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്താ വിനീതേട്ടാ, ഇന്നും മദ്യപിച്ചിട്ടുണ്ട്? ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ വിനീതേട്ടൻ കയ്യിൽ മറച്ചു വെച്ച് നോക്കട്ടെ എന്ന് പറയും. പക്ഷേ മുല്ലപ്പൂവും നമ്മുടെ ഹൽവയൊന്നും കണ്ടെത്താൻ കാവേരിക്ക് കഴിയത്തില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും കാവേരിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ട് അകത്ത് ചെല്ലുമ്പോൾ അച്ഛമ്മ അവിടെ ഇരിക്കുന്നു. അങ്ങനെ രാധമ്മയെ ബ്ലോക്ക് ചെയ്യുകയാണ്. ആ സമയത്ത് രാധമ്മയ്ക്ക്, എവിടെ പോകുന്നടാ, നീ ഇന്ന് കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല. രാധമ്മയ്ക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ, കുടിച്ചിട്ടൊന്നുമില്ല, പിന്നെ നിൻ്റെ കയ്യിലെന്താ എന്ന് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിനീതം അകത്തോട്ട് പോവാണ്. ആ സമയത്ത് രാധമ്മ കാണുന്നുണ്ട് കയ്യിൽ മുല്ലപ്പൂ ഹൽവയൊക്കെ ഇരിക്കുന്നത്. രാധമ്മയ്ക്ക് പറയും, ഹൽവയും മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ഗംഗയെ കുപ്പിയിലാക്കാൻ കൊണ്ടുപോകുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാധമ്മ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം റൂമിൽ വന്നതിന് ശേഷം ഗംഗയ്ക്ക് ഹൽവയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗ അത് കഴിക്കുന്നു, വായിൽ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ മുല്ലപ്പൂവിൻ്റെ കൊടുക്കാൻ മാത്രം അങ്ങ് വിനീത് മറന്നുപോകും. അതിനുശേഷം ആ മുല്ലപ്പൂ എങ്ങനെയെങ്കിലും ഗംഗയുടെ കയ്യിൽ എത്തിക്കണമല്ലോ. ആ സമയത്താണ് ശാരദയും കാവേരിയും കൂടെ അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ഗംഗ അങ്ങോട്ട് വരും. കൊടുക്കാമെന്ന് എഴുതി ഇങ്ങനെ എടുപ്പം വന്ന് ശാരദയുടെ ദേഹത്ത് വന്ന് വീഴും. അപ്പോൾ അതിൻ്റേതായ രസകരമായ മുഹൂർത്തങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മുടെ രാധം വന്നു പറയും, എടാ, ഈ മുല്ലപ്പൂ ഹൽവയൊന്നും കൊടുത്ത് അവളെ കുപ്പിയിലാക്കാൻ നീ കരുതണ്ട, നീ ഒരു കാര്യം ചെയ്യും, അവളോട് കുറച്ച് അടുത്തിടപഴകാൻ ശ്രമിക്കാൻ പറയും, എങ്കിലേ അവൾക്ക് നിന്നോട് കുറച്ച് കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ തോന്നത്തോളം എന്ന് പറയും. നിങ്ങളിങ്ങനെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ ശരിയാവത്തില്ല, കുറച്ച് കൂടുതൽ സമയം അവളോട് സംസാരിക്കും, നിങ്ങൾ ഒരുമിച്ച് പുറത്തൊക്കെ ഒന്ന് പോകാനൊക്കെ രാധമ്മ വിനീതിനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.